Good morning students. So in the last few classes we were discussing about geometric progression. We have seen what is the nth term of a GP, what is sum of n terms of a GP. ഇനി GP-യുടെ തന്നെ equation അല്ലെങ്കിൽ sum of n terms of a GP കാണാനുള്ള ഒരു equation ആണത് അല്ലേ? When r is less than 1 കാണാനുള്ള ഒരു equation ആണ്. Now I am going to say a condition, that is to find the sum of infinite GP whose common ratio is numerically less than 1. സംഗതി ഒന്നുമില്ല, പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റ് ജി പി എന്ന് പറഞ്ഞാൽ ഒരു അറ്റം ഇല്ല. ഇപ്പം 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞു പോകണം. നമുക്ക് ആ എൻ പോയിന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇഫ് ദ ജി പി ഈസ് നോട്ട് ഫൈനൈറ്റ് അങ്ങനത്തെ ജി പിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫിനിറ്റ് ജി പി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ് ജി പി ഉണ്ട്. ആ ജി പിയുടെ കോമൺ റേഷ്യോ, അതിന്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ 1. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാണെന്ന് വെച്ചോ. ദാറ്റ് ഈസ് one more, the GP should be infinite and the common ratio is less than 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1, n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ടേംസ് ഇല്ല, നമ്പർ ഓഫ് ടേംസ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും അല്ലെ. അപ്പം n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, r ഈസ് ലെസ് ദാൻ 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r raised to n will be equal to 0. That is ഒരു വാല്യൂനെ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം, അത് 0 ആക്കിയിട്ട് എടുക്കാം. അപ്പം ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു a into 1 minus 0 divided by 1 minus r. 1 minus 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. a into 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, a ആണ്. ദാറ്റ് ഈസ് Sn is equal to a divided by 1 minus r. നമ്മളുടെ സം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ സിംപ്ലർ ഫോമിൽ കിട്ടും. ദിസ് ഇക്വേഷൻ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഇൻഫിനിറ്റ് ജി പി ആൻഡ് r ഷുഡ് ബി ലെസ് ദാൻ 1. 1 മൈനസ് r അല്ലേ, അപ്പൊ r എപ്പോഴും എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. പിന്നെ n 0 ആവുന്നത് എപ്പോഴാണ്, അതൊരു ഇൻഫിനിറ്റ് ജി പി ആവുമ്പോഴാണ്. അപ്പം മറ്റേ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടും. പക്ഷെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കുറെ ചെയ്യേണ്ട ആവശ്യമില്ല, പവർ റേസ് ടു ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഇൻഫിനിറ്റ് ജി പി 4 2 1 എക്സെട്ര. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇൻഫിനിറ്റ് ജി പി ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ r കാണാം. വാട്ട് ഈസ് r? r is equal to 4 2 1 ന്റെ r എന്താ, സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ 2 by 4. 2 by 4 എന്ന് പറഞ്ഞാൽ എന്താ, 1 by 2. 1 by 2 is less than 1 അല്ലേ. അപ്പം ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. Sn is equal to a divided by 1 minus r. So what is a here? a എന്ന് പറഞ്ഞാൽ എന്താ, 4 ആണ് അല്ലേ. a is the first term. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 4 divided by 1 minus r എന്ന് പറഞ്ഞാൽ 1 by 2. What is 1 minus 1 by 2? 1 minus 1 by 2 is equal to 1 by 2. That is 4 divided by 1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4. ഇത് മുകളിലോട്ട് വരൂലേ, 4 into 2, that is equal to 8. So the answer is sum of n terms of this GP equal to 8. കുറച്ചും കൂടെ സമ്മ് ചെയ്യാനുള്ള സംഭവം ഈസിയർ ആവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി when the GP is infinite and when r is less than 1. So now we are going to solve a question regarding a knot. നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോട്ട് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് റിഗാർഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജി പിയിൽ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് when the product is known, three numbers in GP can be taken as a by r, a and ar. ഈ നോട്ട് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് 3 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. സീരീസ് ജി പിയിലാണെന്ന് അറിയാം, അതിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്പേഴ്സ് ജി പിയിലാണെന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ആ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അടുത്തടുത്ത നമ്പേഴ്സ് വരിക. ഇപ്പൊ ഒരു നമ്പർ എ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും, ഒരു നമ്പർ എ, അതിന്റെ തൊട്ട മുന്നത്തെ നമ്പർ എന്തായിരിക്കും, എ ഇൻറ്റു ആർ അല്ലേ ഉണ്ടാവുക. അപ്പൊ അതിന്റെ പിന്നിലത്തെ നമ്പർ എന്തായിരിക്കും, എ ഡിവൈഡഡ് ബൈ ആർ. നമ്മള് എ പിയിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എ പ്ലസ് ഡി, ഇവിടെ എ മൈനസ് ഡി. അതേപോലെ ജി പിയിൽ എന്താണ്,
പ്ലസ് മൈനസും ആണെങ്കിൽ ഇവിടെ GP യിൽ വരിക മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇഫ് one number is a അതിന്റെ മുന്നിലത്തെ നമ്പർ a into r ഉം പിന്നിലത്തെ നമ്പർ a divided by r ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The question is the sum of three numbers in GP is 35 and the product is 1000. Find the numbers. നമുക്ക് ആ നമ്പേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? a by r ഉം a യും a into r ഉം. ഇനി ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a യും r ഉം കിട്ടിയാലല്ലേ ഈ നമ്പേഴ്സ് കാണാൻ പറ്റൂ. a യും r ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഹിന്റ് നമുക്ക് നോക്കാം. മൂന്ന് നമ്പേഴ്സ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം? ലെറ്റ് the numbers be ഏതൊക്കെയാ? a by r, a and a into r. ഇനി അതിന്റെ ഒക്കെ സമ്മ് എന്താണെന്ന് പറയുന്നത്? 35 ആണെന്ന് പറയുന്നു. അപ്പൊ എന്ത് വരും? a by r plus a plus a into r equal to 35. I'm keeping this as equation number 1. അടുത്ത ഹിന്റ് നോക്കൂ. their product is 1000. product means എന്താണ്? മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1000 ആണ് അല്ലെ. അപ്പം ഇത് നീ നമുക്ക് സോൾവ് ചെയ്താൽ a യും r ഒന്നും ക്യാൻസൽ ആയി പോകില്ല. ഇനി അതിന്റെ പ്രോഡക്ട്സ് എടുത്ത് നോക്കൂ. a by r into a into a r equal to 1000. ഇവിടെ ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു വാല്യൂ ഇവിടെ കട്ടായി പോകുന്നുണ്ട്. മറ്റേ കേസസിലും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു അൺനോൺ നമുക്ക് എന്തായാലും ക്യാൻസൽ ആയി പോകണം. അപ്പൊ ബൈ ആറും ഇൻറ്റു ആറും എന്തായി? ക്യാൻസൽ ആയി പോയി. ബാക്കി a into a into a എന്ന് പറഞ്ഞാൽ എന്താ? മാറി 3a എന്ന് എഴുതിയത് കേട്ടോ. a plus a ആണ് 3a. a into a into a എന്ന് പറഞ്ഞാൽ a ക്യൂബ് ആണ് കേട്ടോ. a ക്യൂബ് ഈക്വൽ ടു 1000. 1000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ക്യൂബ് ആണ് അല്ലെ. a ക്യൂബ് ഈക്വൽ ടു 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ a എന്താ? a is equal to 10. നമുക്ക് ഒന്നുകിൽ 1000 നമുക്ക് പെട്ടെന്ന് അറിയാം 10 ക്യൂബ്. ഇനി അറിയാത്ത നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ a ക്യൂബ് ഈക്വൽ ടു 1000. a എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 1000 ആണ് കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അങ്ങനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും ആൻസർ ഓഫ് a is equal to 10. Now we'll have to substitute this value of a in the first equation. a യുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 10 ആണ് അല്ലേ. that is 10 by r. put a is equal to 10 in the equation 1 ആണ് കേട്ടോ. 10 by r plus 10 plus 10 into r is equal to 35. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം ഈ r ഈ 10 മാത്രമല്ലേ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഹോൾ ഡിവൈഡഡ് ബൈ r ആക്കാൻ ഓരോ നമ്പറിനെ കൊണ്ടും r മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 10 ആവശ്യമില്ല. 10 ഓൾറെഡി ബൈ r ഉണ്ട്. LCM കാണൂലേ. അപ്പൊ 10 plus r into 10 10r plus 10r into r എന്ന് വരും 10r square divided by r equal to 35. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഈ r നെ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പൊ എന്ത് വരും? 10 plus 10r plus 10r square equal to 35r. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. r സ്ക്വയറിന്റെ ടേം ഉണ്ട്, r ന്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഒന്ന് എഴുതി നോക്കാം. 10 plus 10r plus 10r square minus 35r is equal to 0. ഇനി ഈ 10r square ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10r square എന്ന് കിട്ടി. ഇനി 10r minus 35r എത്രയാണ്? minus 25r. പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം അങ്ങനെ തന്നെ എഴുതി plus 10 equal to 0. So we got a quadratic equation in r, that is 10r square minus 25r plus 10 is equal to 0. ഞാൻ quadratic equation solve ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? r ന്റെ വാല്യൂ കിട്ടും. a യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. r ന്റെ വാല്യൂ കൂടെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ നമ്പേഴ്സ് എന്താണെന്ന് കണ്ടെത്താം. അപ്പം നമുക്കൊരു quadratic equation കിട്ടി. a
is equal to 10, B is equal to minus 25 and C is equal to 10. Yes. So we can solve the equation by using R is equal to minus B plus or minus root of B square minus 4AC divided by 2A. So I am not going to solve this. നിങ്ങൾ തനിയെ solve ചെയ്യുക. Doubts ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് solve ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന value R is equal to 1 by 2 or R is equal to 2. Quadratic equation ആയതുകൊണ്ട് എന്തുണ്ട്? രണ്ട് solutions ഉണ്ടാവും. So that ഇതിന്റെ solution നമുക്ക് കിട്ടുക R equal to 1 by 2 ഉം R equal to 2 ഉം ആണ്. അപ്പം എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. A is equal to 10 ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത നമ്പേഴ്സ് എന്താണ്? A by R ഉം A യും A into R ഉം. അപ്പൊ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. എക്ക് ഒരു സിംഗിൾ വാല്യൂ ഉള്ളു. അപ്പൊ നമുക്ക് അത് കൺഫ്യൂഷൻ ഇല്ല. ആറിന്റെ വാല്യൂ രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നു when R is equal to 1 by 2. R 1 by 2 ആകുമ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? A by R, that is 10 by R എന്ന് പറഞ്ഞാല് 10 by 1 by 2, 10 into 1 by 2, 10 into 1 by 2, 10 by 1 by 2 എന്ന് പറഞ്ഞാൽ എന്താ? 10 ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? into 2 ആവും, that is 20, 10 by 2 എന്ന് പറഞ്ഞാല് 5. അതായത് ആറിന്റെ വാല്യൂ 1 by 2 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് A by R ഉം A യും A into R ഉം എന്താണ്? 20, 10 and 5. ഇനി നോക്കൂ, when R is equal to 2 അല്ലെ. അടുത്ത നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ രണ്ട് സൊല്യൂഷൻസ് വരുന്നത്. when R is equal to 2 എന്തൊക്കെയാണ് വരുന്നത്? A by R, that is 10 by 2, 10 into 2, that is 10 by 2 is equal to 5, 10, 20. അതായത് നമ്പേഴ്സ് ഏതൊക്കെയാണ്? A by R, AR 5, 10, 20. അപ്പൊ നമ്മൾ നോക്കൂ 5, 10, 20, 20, 10, 5 ഉം 5, 10, 20 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അടുത്തടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5, 10, 20. ഇതൊരു ഡിക്രീസിങ് ആണ്, ഇതൊരു ഇൻക്രീസിങ് GP ആണ്. അപ്പം രണ്ട് ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടുക. രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ആ പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കേസ് ആണ് നമ്മൾ കണ്ടത്. അതൊരു ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്പേഴ്സ് തന്നെയാണ് A by R, AR എന്ന് പറഞ്ഞാൽ 20 ഉം 10 ഉം 5 ഉം അല്ലെങ്കിൽ 5 ഉം 10 ഉം 20 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നമ്പേഴ്സ്. അപ്പൊ പറഞ്ഞത് എത്രയേ ഉള്ളൂ, നമുക്ക് ഒരു GP തന്നിട്ടുണ്ട്, ആ GP തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മൂന്ന് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിട്ട് എടുക്കണം? ഇപ്പുറത്തത് A ആണ് ആണെങ്കിൽ അതിന്റെ ഈ സൈഡിലുള്ള എന്തായിരിക്കും? A into R ആയിരിക്കും. സോറി, ബാക്ക് സൈഡിലുള്ള A by R ഉം ഇപ്പുറത്തെ സൈഡിലുള്ളത് A into R ഉം. അപ്പൊ ഈ മൂന്ന് നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ ഓർക്കുക. നമ്മളുടെ ഇക്വേഷനിലോട്ട് ഹിന്ദിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷനിൽ എന്തായാലും ഏതെങ്കിലും ഒന്ന് എയോ ആറോ ക്യാൻസൽ ആയി പോകും. ആ വാല്യൂ മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മറ്റേ വാല്യൂ കിട്ടും. അപ്പൊ എയും ആറും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് നമ്മുടെ മൂന്ന് നമ്പേഴ്സ് എന്താന്ന് കണ്ടെത്താൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ യു ആർ സോൾവിങ് such type of questions. So the next topic that you have to study is geometric mean. But geometric mean നമ്മൾ arithmetic mean ഉം എല്ലാം പറഞ്ഞ പോലെ തന്നെ 3 numbers ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും അല്ലെ. If A, B and C are in geometric progression, then B is said to be the mean of A and C. നമുക്ക് ക്വസ്റ്റ്യൻ വരിക ഡയറക്റ്റ് ആയിരിക്കില്ല, ഇങ്ങനെയായിരിക്കും തരിക. ഫൈൻഡ് ദ geometric mean between 2 and 8. രണ്ടിന്റെയും 8ന്റെയും ഇടയിലുള്ള geometric mean ആ ചോദിച്ചത്. അപ്പം A, B, C ആണെങ്കിൽ എയും സിയും തന്നിട്ടുണ്ട്, നമ്മളോട് ബി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന്റെ സെന്റർ നമ്പർ ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമ്മളുടെ nth ടേമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സെന്റർ നമ്പർ കിട്ടും. അപ്പൊ നമ്മുടെ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? Tn is equal to AR raised to n minus 1. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ 2 ഉം 8 ഉം ഉണ്ട്, നടുവിൽ ഒരു നമ്പർ ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ n എന്തായിരിക്കും? n is equal to 3 ആയിരിക്കും. 3 നമ്പേഴ്സ് ഉണ്ട്. A, B, C എന്നുള്ള പോലെയാണ് ഇത് ഉണ്ടാവുക അല്ലെ. ഫസ്റ്റ് നമ്പർ A എന്താ? A is equal to 2 ആണ് അല്ലെ. പിന്നെ നമുക്ക് എന്താണ്? 6 കോമൺ ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒന്നും കൂടെ കിട്ടുന്നുണ്ട്. nth ടേം എന്താണ്? 8 ആണ് തന്നിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് ടേം ഓൾറെഡി തന്നിട്ടുണ്ട് 8 ആണ് അല്ലെ. അപ്പൊ Tn is equal to എന്ത് തന്നെയാണ്? 8 ആണ്. അപ്പൊ 3 ഉണ്ട്, നമുക്ക് 6 ആണ് ഇതിൽ കാണേണ്ടി വരിക. അപ്പൊ
അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 8 is equal to 2 into r raised to 3 minus 1. That is 2 into r raised to 2. 8 is equal to 2 into r raised to 2. That is 8 by 2 is equal to r square. That is 4 is equal to r square. എന്ന് പറഞ്ഞാൽ r എന്താ? r is equal to root 4. That is equal to 2. So that the value of r is equal to 2. അപ്പോൾ നമുക്ക് r ന്റെ വാല്യൂ ആണ് 2 കിട്ടിയത് അല്ലേ? അപ്പം ഫസ്റ്റ് നമ്പർ 2 ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ 2 ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? ഇൻറ്റു r അല്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പർ 2 ആണെങ്കിൽ നമുക്ക് t1 ഓൾറെഡി തന്നിട്ടുണ്ട് 2 ആണ്. അപ്പോൾ t2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 into r ആയിരിക്കും. That is 2 into 2 equal to 4 and t3 equal to 8. That is the geometric mean between 2 and 8 is equal to 4. ഇങ്ങനെ പെട്ടെന്ന് t2 4 കാണല്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. t2 is equal to എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. a r raised to n minus 1 ൽ സോൾവ് ചെയ്യാം. a അറിയാം, r അറിയാം, n minus 1 അറിയാം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പം ഇതാണ് കുറച്ചും കൂടി ഈസി തോന്നുന്നു. 6 കിട്ടി, അടുത്ത വാല്യൂ കണ്ടെത്താൻ ഇൻറ്റു 6 നമുക്ക് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഹൗ we find the geometric mean between two numbers. ഇനി നമ്മൾ AP ചെയ്ത പോലെ തന്നെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസേർട്ട് 5 geometric mean between 2 and 1 4 5 8. അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് മീനിൽ ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് എത്രയും നമ്പർ ഇൻ ബിറ്റ്വീൻ 2 നമ്പർ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്പേഴ്സ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ റേഷ്യോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം how could we solve this. അപ്പം insert 5 geometric mean between 2 and 1 4 5 8. 5 geometric mean ആണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിന് നമുക്ക് g1 g2 g3 g4 g5 എന്ന് വിളിക്കാം. അപ്പം അതിന്റെ 5 നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ 2 and 1 4 5 8. അപ്പൊ ഇത്രയും സംഗതികളാണ് നമുക്ക് കാണേണ്ടത്. 1 2 3 4 5. 2ന്റെയും 1458ന്റെയും ഇടയിൽ 5 ജിയോമെട്രിക് മീൻ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് ആണ് കിട്ടാന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ n എത്രയാ? 1 2 3 4 5 6 7 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് തന്നെയാണ് 7 തന്നെയാണ്. a is equal to എന്താണ്? 2 ആണ്. nth ടേം എന്താണ്? 1458. യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെയാണ് tn is equal to a r raised to n minus 1. ഇവിടെ tn എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. 1458 is equal to a into r raised to n minus 1 എന്ന് പറഞ്ഞാൽ 7 minus 1, that is equal to 6. That is 1458 by 2 is equal to r raised to 6. ഇതിന്റെ വാല്യൂ 729 is equal to r raised to 6, which implies r is equal to എന്ത് വരും? 6th root of 729. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ 729 നമുക്ക് 3 raised to 6 എന്നും എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r ന്റെ വാല്യൂ എന്താണ്? 3 ആണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വഴിയില്ല, കാരണം 729 3 raised to 6 ആണെന്ന് നമ്മളെ മൈൻഡിലോട്ട് വരൂല. അപ്പൊ കാൽക്കുലേറ്ററിൽ 6th root of 729 അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ആയതുകൊണ്ട് 3 raised to 6ഉം 729 ആണ്. മൈനസ് 3 raised to 6ഉം എന്തെന്നെയാണ്? 729 ആണ്. അപ്പം r ന്റെ വാല്യൂ ഒന്നുകിൽ +3 അല്ലെങ്കിൽ -3. രണ്ട് വാല്യൂ പോസിബിൾ ആണ്. റൂട്ട് ആയതുകൊണ്ട് +3 -3. നിങ്ങൾക്ക് +3 മാത്രം എടുത്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. +3ഉം -3ഉം എന്താണ്? പോസിബിൾ ആണ്. ഇനി നമുക്ക് r കിട്ടി, എയും കിട്ടി, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? r വെച്ചിട്ട് അടുത്തടുത്ത ടേംസ് എന്തൊക്കെയാന്ന് കണ്ടെത്താം. ഫസ്റ്റത്തെ ടേം a അല്ലേ? ഈ ടേം a ആണല്ലേ? അപ്പൊ അടുത്ത ടേം എന്തായിരിക്കും? അതായത് ഒരു ഫസ്റ്റത്തെ ടേം a, അപ്പൊ അടുത്ത ടേം എന്തായിരിക്കും? a into r എന്ന് പറഞ്ഞാൽ എന്താണ്? ar. അതിന്റെ തൊട്ടടുത്ത ടേം എന്തായിരിക്കും? a r into r. അപ്പൊ എന്ത് വരും? a r square. അപ്പൊ അതിന്റെ അടുത്ത ടേം a r cube, a r raised to 4, a r raised to 5, 2 3 4 5. ഇത് മതിയില്ലേ? 5 മതിയില്ലേ? a
a into r into r that is a r square. r അല്ലേ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? a into r into r into r that is a r cube. a into r into r into r into r that is a r raised to 4. ഇനി r നമുക്കറിയാം, a നമുക്കറിയാം. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ when r is equal to 3, r ന്റെ വാല്യൂ 3 ആവുമ്പോൾ എന്തൊക്കെയാ നോക്കാം. a എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? a ഓൾറെഡി നമ്മൾ 2 ആക്കിയിട്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പൊ r raised to 5 കൂടെ വേണം കേട്ടോ. r raised to 5 കൂടെ വേണം. a നമുക്ക് 2 ആണ് ഓൾറെഡി അറിയാലോ, അപ്പം 5 കൂടെ വേണം. അപ്പൊ ഈ നമ്പേഴ്സ് നമുക്ക് 2 ആണെന്ന് അറിയാം. a r ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് കേട്ടോ. അപ്പൊ r ന്റെ വാല്യൂ 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ എന്ത് വരും? a into 3 that is 2 into 3. എന്തൊക്കെ വരും? 2 into 3 വരും, 2 into 3 square വരും, 2 into 3 cube വരും, 2 into 3 raised to 4 വരും, 2 into 3 raised to 5 വരും. ഇതിന്റെയൊക്കെ വാല്യൂസ് നേരെ നോക്കാം. 3 2s are 6, 3 square എന്ന് പറഞ്ഞാൽ 3 into 3 9, 9 2s are 18. പിന്നെ ഇതെന്ത് വരും? 54. 2 into 3 raised to 4 എന്ന് പറഞ്ഞാൽ 162. This is 480. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂസ് കിട്ടും. ഓപ്ഷനും കൂടെ ഉണ്ട്. when the value of r is equal to -3. -3 ആവുമ്പോൾ എന്തൊക്കെയാണ് വാല്യൂസ് നോക്കാം. ഇപ്പൊ എന്ത് വരും? 2 into -3, 2 into -3 the whole square, 2 into നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. whole cube, 2 into -3 whole raised to 4, 2 into -3 whole raised to 5. ഒരു കാര്യം മനസ്സിലാക്കണം, മൾട്ടിപ്ലിക്കേഷനിൽ 2 മൈനസ് വന്നാൽ എന്തായി പോവും? പ്ലസ് ആയി പോവും അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, -3 into -3 എന്ന് പറഞ്ഞാൽ എന്തായി? മൈനസും മൈനസും കട്ടായി പോയി. അപ്പൊ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. മൾട്ടിപ്ലിക്കേഷനിൽ പവർ ഈവൺ നമ്പർ ആണെന്ന് വെച്ചോ, അതായത് 2 4 6, അപ്പൊ ഡബിൾ അല്ലേ വരുന്നത്. അപ്പൊ 2 ഡബിൾ വരുന്ന ഓരോന്നും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ ഈവൺ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പറിന്റെ ഈവൺ നമ്പർ എന്ത് തന്നെയാണ്? പോസിറ്റീവ് ആണ്. ഓഡ് വരുമ്പോ രണ്ടോ ഇരട്ട കഴിഞ്ഞിട്ട് ഒന്ന് ബാക്കി ഉണ്ടാവില്ലേ? ദാറ്റ് മീൻസ് ഓഡ് നമ്പേഴ്സ് ആവുമ്പോൾ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് ആൻസറിൽ ഉണ്ടാവും. അപ്പം ഇവിടെ എന്ത് വന്നു? 2 into -3 -6, 18, -54, 162 and -486 is the answer. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ 2ന്റെയും 1458ന്റെയും ഇടയിൽ 5 ജിയോമെട്രിക് മീൻ ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ആറിന്റെ വാല്യൂ നിങ്ങൾ ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതും കൂടെ ചെയ്താൽ പെർഫെക്റ്റ് ആയി. ദാറ്റ് മീൻസ് റൂട്ട് ആയതുകൊണ്ട് നമുക്ക് 3യും -3യും പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതിന്റെ ഇടയിലുള്ള മീൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 6, 18, 54, 162 and 486. So hope you understood this. കുറച്ച് ലോങ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യാനുണ്ടെങ്കിലും once you do it, it is very easy. ഇപ്പൊ ജിയോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് ഇവിടെ തീരാണ്. അപ്പം പ്രോഗ്രഷൻസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കുറച്ച് ഇക്വേഷൻസ് ബോക്സിലാക്കി വെക്കാൻ പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ട്. അത് എന്തായാലും മസ്റ്റ് ആയിട്ടും ബൈ ഹാർട്ട് പഠിക്കണം. എന്തൊക്കെയായിരുന്നു? nth term of a AP, sum of n terms of a AP, arithmetic mean. nth term of a GP, sum of n terms of a GP, geometric mean. അതും കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടുകളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പഠിച്ചാൽ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. സോ യു ക്യാൻ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ്. കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൂടുതലും വരാറ്. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു by heart those equations or don't forget to study those equations. ഇനി ബാക്കി നിങ്ങൾ എക്സ്ട്രാ പ്രോബ്ലംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുക. So we'll be continuing with the next module in the next class. Thank you.